ഹലോ സെൻട്രൽ സ്വാഗതം. നമ്മുടെ വീഡിയോ നമ്മുടെ കനകുന്നിൽ വെച്ച് നടക്കുന്ന ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷൻ പ്രമാണിച്ചിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. ഇത് വന്നിട്ട് നമ്മുടെ കനകുന്നിൽ ഡിസംബർ 24 മുതൽ ജനുവരി 4 വരെ നമ്മുടെ കനകുന്നിൽ ഈ ഫെസ്റ്റിവൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇവിടെ ലൈവ് ഷോ മാത്രമല്ല, ഇവിടെ പിന്നെ ഒരു ഫ്ലവർ ഫെസ്റ്റിവലും കൂടെ ഇവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് പിന്നെ ചെയ്യുന്നതായിരിക്കും. ഇതിനകത്ത് കേരള എൻട്രി ടിക്കറ്റിൻ്റെ റേറ്റ് വന്നിട്ട് മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 30 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ്. പിന്നെ ഇതിനകത്ത് കേരള എൻട്രി ടൈമിംഗ് വന്നിട്ട് രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ നമുക്ക് ഇതിനകത്ത് കയറാവുന്നതാണ്. രാത്രി ഒരു ഈവനിങ് ടൈമിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതേപോലത്തെ നല്ലൊരു കിടിലം കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നമുക്ക് പോകാം. ഈ ക്രിസ്മസ് ന്യൂ ഇയർ കാലത്ത് ഫാമിലിയായിട്ട് കുട്ടികളൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല കിടിലം സംഭവങ്ങളൊക്കെയാണ് അവർ ഈ പ്രാവശ്യം അവർ ഒരുക്കിയിട്ടുള്ളത്. ആദ്യം കുറേ ദൂരം നമുക്ക് ഇതേപോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ട് അതങ്ങനെ കുറച്ചുകൂടെ മുമ്പിലോട്ട് പോകുമ്പോഴായിരിക്കും നമുക്കിവിടെ പിന്നെ ഫ്ലവർ ഫെസ്റ്റിവലിൻ്റെ സംഭവങ്ങളൊക്കെ തുടങ്ങുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഇഷ്ടംപോലെ വെറൈറ്റിയുള്ള ഫുഡ് കോർട്ട് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ എല്ലാ എക്സ്പോയിലൊക്കെ കാണുന്ന പോലെ സ്റ്റാൾ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ അവർ തുടങ്ങി വരുന്നുണ്ട്. അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളിവിടെ ചെല്ലുമ്പോഴത്തേക്ക് ആദ്യം പിന്നെ ഒരു ന്യൂ ഇയർ ലൈറ്റ് ഷോ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് കുറേ ലൈറ്റൊക്കെ ഇട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ സ്പോട്ടാണ്. അതിന് നേരെ അടുത്തായിട്ട് വേറൊരു സെക്ഷൻ ഉണ്ട്. അത് ഇതേപോലെ കുറേ ലൈറ്റൊക്കെ ഇട്ട് ഒരു റൂമിൻ്റെ അകത്ത് നമുക്ക് ഇതേപോലെ ഫോട്ടോസും ഈ വീഡിയോസൊക്കെ ഒരു പബ്ബിലൊക്കെ പോയിട്ടുള്ള ആ ഒരു ഫീല് കിട്ടുന്ന വിധത്തിലുള്ള സംഭവങ്ങളൊക്കെയാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് വന്നിട്ട് ജനുവരി 4 വരെ നമ്മുടെ കനകുന്നിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഫ്ലവർ ഫെസ്റ്റിവലും ഇതേപോലെ ലൈറ്റ് ഷോയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ മാക്സിമം ഈ ക്രിസ്മസ് ന്യൂ ഇയർ കാലങ്ങളൊക്കെ നമ്മുടെ കനകുന്നിലൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ നോക്കുക. നമുക്കപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കുറച്ച് കാഴ്ചകൾ കണ്ടതിന് ശേഷം മടങ്ങി വരാം. അതിന് കുറച്ചുകൂടെ മുമ്പിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മളൊരു ചൈനീസ് ഫെസ്റ്റിവലൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ നല്ലൊരു കിടിലം ഡ്രാഗണിൻ്റെ രൂപത്തിൽ നല്ലൊരു കിടിലം ആംബിയൻസിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ നിന്ന് നമുക്ക് ഇഷ്ടംപോലെ ധാരാളം ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. നമ്മൾ കുറച്ച് മുമ്പിലോട്ട് പോകുമ്പോൾ നമുക്കിവിടെ ഒരു ഇഗ്ലൂവിൻ്റെ ഒരു സംഭവം കാണാം. പക്ഷേ ഇതിൻ്റെ അകത്ത് കയറാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല. ചുമ്മാ ക്യൂവിൻ്റെ അകത്ത് കയറി ജസ്റ്റ് വെളിയിൽ ഇറങ്ങാനേ ഉള്ളൂ. അകത്ത് കാണാനായിട്ട് ഒന്നുമില്ല. ചുമ്മാ കയറുക, തിരിച്ചിറങ്ങുക. വേറെ അതിൻ്റെ അകത്ത് ഫോട്ടോ എടുക്കാനോ അതിന് പറ്റിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പം അതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ചെറുതായിട്ട് ഈ ഫ്ലവർ ഫെസ്റ്റിവലിൻ്റെ ചെറിയ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങുന്നത്. പിന്നെ ഇതിൻ്റെ ടോപ്പ് നിൽക്കുമ്പോഴുള്ളൊരു വ്യൂ കിടിലാണ്. കാരണം ക്രിസ്മസ് സെലിബ്രേഷൻ അങ്ങ് ദൂരെ നിന്ന് കുറേ ആൾക്കാർ ഇപ്പോഴും എൻട്രി ചെയ്യുന്ന കാഴ്ചകൾ കാണാൻ തന്നെ നല്ലൊരു കിടിലൻ ഫീലാണ്. ഇത് വന്നിട്ട് കഴിഞ്ഞ ഓണത്തിന് നമുക്കിവിടെ വക്യൂല് വെച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. അതിന് പകരം ഇപ്പോൾ അവർ ഗ്ലാസ് വെച്ചിട്ടുള്ള ഒരു കിടിലൻ ലൈറ്റ് സംഭവമാണ്. ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഫ്ലവർ ഫെസ്റ്റിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിൻ്റെ ഫ്ലവർ ഫെസ്റ്റിൻ്റെ വീഡിയോ നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ റൈറ്റിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ പിന്നെ നമുക്കിന്നെ കാണാൻ പറ്റുന്ന ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെയാണ്. കുട്ടികൾ കളിക്കാൻ പറ്റിയ അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലത്തെ സംഭവങ്ങളും പിന്നെ ഈ സ്റ്റാള് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇനി അങ്ങോട്ടുള്ളത്. ഈ സ്റ്റാളിൻ്റെ അകത്തുള്ള തിരക്ക് കാരണം ഞാൻ മാക്സിമം വീഡിയോ ഒന്നും അധികം എടുത്തിട്ടില്ല. ലാസ്റ്റ് പോർഷനിലുള്ള കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ വീഡിയോ എടുത്തിട്ടുള്ളൂ. ഇനി വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് കാണുന്നത് ഒരു പെറ്റ് ഷോ ആണ്. ഇതിൻ്റെ അകത്ത് ഒരാൾക്കുള്ള ടിക്കറ്റ് റേറ്റ് വന്നിട്ട് 50 രൂപയാണ്. നമ്മൾ മുമ്പ് കുറേ പെറ്റ് ഷോ കണ്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ ടിക്കറ്റ് എടുത്തില്ല. അതിന് മുതിർന്നവർക്ക് കളിക്കാൻ പറ്റിയ ഒരു സംഭവമുണ്ട്. ഇതിനൊക്കെ റേറ്റ് വന്നിട്ട് ഒരു 30 രൂപ 50 രൂപ റേഞ്ചിലൊക്കെയാണ്. പിന്നെ 50 രൂപയ്ക്ക് നമുക്ക് ഷൂട്ടിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ നല്ല പാർക്കുകൾ അങ്ങനെ സംഭവങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇത് വന്നിട്ടൊരു ഗോസ്റ്റ് ഹൗസാണ്. ഞാൻ പോയ സമയത്ത് ഇത് ആക്റ്റീവ് അല്ലായിരുന്നു.
ഇവിടുത്തെ സെക്ഷൻ കഴിയുമ്പോഴാണ് നമുക്ക് പിന്നെ ഫുഡ് കോർട്ട് വരുന്നത്. നമുക്കിവിടെയൊക്കെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്കൊരു ഈവനിങ് ടൈമിലൊക്കെ ഇത് എൻജോയ് ചെയ്തിട്ട് നമുക്ക് പോകാവുന്നതാണ്. ഇതൊക്കെയാണ് നമ്മുടെ കനകക്കുന്നിലുള്ള ആ ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷൻ പ്രമാണിച്ചിട്ടുള്ള ഫെസ്റ്റിവലും ഒരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ. അപ്പം എല്ലാവരും ട്രിവാൻഡ്രത്തുണ്ടെങ്കിൽ നമ്മുടെ കനകക്കുന്നിലും കൂടെ വരാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം.